ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാമോ? നമ്മള് സ്വന്തം വണ്ടി സൂക്ഷിച്ചില്ലെങ്കിൽ വല്ലവനും ടയർ ഊരിക്കൊണ്ട് പോകും. ടയർ ഊരി എടുക്കാൻ പറ്റുമോ? എന്റെ കൈ ഉണ്ട്. അതെങ്ങനെ ടയർ ഊരാൻ പറ്റുന്നത്? കാലത്ത് തരാം. ഐഡിയ 22 തല ഊരാൻ പറ്റുന്നോ? മാത്രമല്ല ടയർ രണ്ട് വണ്ടിയുടെ ടയറുണ്ടോ ഇതേ ഇരിക്കുന്നത്? അങ്ങനൊക്കെ ഉണ്ടാ? ഞാൻ ഊരട്ടെ. സാധനം വേണം. 22 എന്താണ് നോക്കട്ടെ? ഇമ്പാക്ട് ഡ്രൈവർ. ഉണ്ട്. ക്രിഞ്ച് അടിക്കുന്നവരൊക്കെ പ്ലീസ് ലീവ് ദ ലൈവ്. എക്യുപ്പ് യൂസ് അടിച്ചാ മതി. യൂസ് ഇനി ടയറിലോട്ട് നോക്കി റിമൂവ് വീല്. ഇങ്ങോട്ട് ഇത്ര സമയം എടുക്കുമല്ലേ ഊരാൻ? പിന്നെ ടയർ 4 2 വരണ്ടേ? അതൊക്കെ മെക്കാനിക്കലേ പറ്റത്തുള്ളൂ. അണ്ണാ വേറെ ടെസ്റ്റ് അണ്ണാ, ഇത് ലൂസാക്കി വെച്ച് കഴിഞ്ഞാലേ ഓടുന്നിടക്ക് ദൂരി പോവും. അങ്ങനെ ഒരു ഇതുണ്ട്. അതുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാവോ? സ്പാനർ വേണം. ഒരു കാര്യം ചോദിക്കാറുണ്ട്. അപ്പൊ ഈ പാറൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഊരി വെച്ച് നമുക്ക് കണ്ണാപ്പിക്ക് ഒരു പണി കൊടുത്താലോ? കൊടുക്കാം. അയ്യോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതല്ലേ, ഡിഫൻഡർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ? അതെ. നമുക്ക് ഒരു സ്പീഡ് ബോംബ് ഡിഫൻഡർ വെച്ചിട്ട് പറഞ്ഞു വിട്ടാലോ അവനെ? നൈസായിട്ട് പറഞ്ഞോടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 50 കിലോമീറ്റർ താഴ്ന്ന സ്പീഡ് കുറഞ്ഞാൽ വണ്ടി പൊട്ടിത്തെറിക്കും. 50 കിലോമീറ്റർ 100 കിലോമീറ്റർ മേളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബോംബ് ട്രിഗർ ആവും. 50 കിലോമീറ്റർ താഴ്ന്നു കഴിഞ്ഞാൽ വണ്ടി പൊട്ടിത്തെറിക്കും. ആണാ? വേണോ? അവന്റെ അടുത്ത് അവൻ പക്ഷെ ഇച്ചിരി കുരുട്ടുബുദ്ധി ഉള്ളവനാണ് അവൻ. ആണോ? വേറെ ടെക്നിക് ഉണ്ട്. ഞാൻ സാധനം വാങ്ങിച്ചിട്ട് വരാം. ഓക്കെ. ടയർ ഊരുന്നാണ്ടാ. അണ്ണാ, ഞാൻ ചുക്കാമണിയുടെ അനിയനാണ്. അണ്ടിക്കോ എന്ന് നെയിം ഇട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് സ്ട്രീമിംഗ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുവാണ്. മറ്റേ നെയിം മാറ്റി സത്യം വാറിന് നൈസായിട്ടെ. എടാ, ഇത് റീഫ്രഷ് അടിക്കുന്നത് എങ്ങനെയാ ഇവിടെ? റീഫ്രഷ് ടയർ മാത്രല്ലേ, ബ്രേക്ക് അടിക്കുന്ന സാധനമുണ്ട്. ബ്രേക്ക് കൺട്രോൾ ഉണ്ടെങ്കിൽ ബ്രേക്ക് അടിച്ചുവിടാം വണ്ടിയുടെ. വലിച്ചിടാൻ പറ്റും. സിറ്റിസൺ ആക്ഷൻ. ഒരു ബ്രേക്ക് കൺട്രോൾ കൊടുക്കൂ. എനിക്കത് റീലോഡ് സ്കിൻ. ഓക്കെ. അണ്ണാ കണ്ണാപ്പി ഇമ്പോർട്ടന്റ് കാര്യം പറയാം. ഓ, ഒരു ടി വി രായൻ ലെഫ്റ്റ് ദ സെർവറിന്ന്. ഹലോ, ഞാൻ സാധനം തരാം. അത് നൈസായിട്ട് ഫ്രണ്ടിലത്തെ വണ്ടി വെക്ക്, ഞാൻ ബാക്കിലത്തെ വണ്ടിയിൽ ഓടിക്കാം. എന്നിട്ട് ഞങ്ങള് റേസ് വെക്കാന്ന് പറയാം. കൂടെ പോവാ. വാ. അത് കൊള്ളാം. എന്നിട്ട് ബ്രേക്ക് പിടിക്കാൻ പറഞ്ഞാൽ മതി. വാസ്പം വെച്ചോ, സാധനം ഞാൻ തരാം. ഇല്ല, ഇത് എങ്ങനെ വെക്കുന്നത് പറഞ്ഞുതരാം. 22 വെച്ചോ, ഇത് വെച്ചോ, സ്പീഡ് ബോംബും വെച്ചോ. കിട്ടിയില്ലേ? ഈ വണ്ടിയുടെ ബോണറ്റിന് എടുക്കുക. ബോണറ്റിന്റെ അടുത്ത് എന്നിട്ട് ആ ഹുഡ് തുറക്ക്, ടൂഗിൾ ഹുഡ്. അതെങ്ങനെയാ? കെയോ? അല്ല, കണ്ണു വെച്ചിട്ട് ടൂഗിൾ ഹുഡ് എന്ന് എഴുതിയേക്കുന്നുണ്ടോ? ഇല്ല, ലോക്ക് പിക്ക് ഫ്ലിപ്പ് ടോഗിൾ ഹുഡ്. അത് ലോക്ക് ചെയ്തില്ലേ? വണ്ടി ലോക്ക് ചെയ്ത് ഒന്ന് അൺലോക്ക് ചെയ്യോ? ഇതാരാ ലോക്ക് ചെയ്ത്? അറിഞ്ഞൂടാ. ഇത് ഈ വണ്ടിയാണ് ലോക്ക് ചെയ്ത്. ഈ വണ്ടി ടോഗിൾ ഹുഡ്. എന്നിട്ട് അതിൽ നോക്കുമ്പോ റിഗ് കാണിക്കുന്നുണ്ടോ? റിഗ് സ്പീഡ് ബോംബ്. റിഗ് സ്പീഡ് എക്സ്പ്ലോസീവ്. വെച്ചോ. ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിക്കോ. ഓക്കെ. അത് ക്ലിക്ക് ചെയ്തിട്ടൊന്നും വരുന്നില്ല. അതിലോട്ട് കണ്ണ് വെച്ചിട്ട് റിഗ് എക്സ്പ്ലോസീവ് കൊടുത്താൽ മതി. റിഗ് സ്പീഡ് എക്സ്പ്ലോസീവ് അങ്ങനെ ഒന്നും വരുന്നില്ല. അത് മറ്റേ സ്പാനർ കൂടെ കൊടുക്കുമോ?
സ്പാനറാണ് വന്നു 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 വിളി വിളി കണ്ടപ്പുള്ളി റേസ് ഒക്കെ ഞാൻ കൊണ്ടെടുത്ത് കണ്ണാപ്പി വാ 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 ഒരു റൈസ് വെക്കാം വാ 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 നീ ഫ്രണ്ടിലത്തെ ഡിഫൻഡർ എടുത്തോ നേരെ നമ്മളെയൊക്കെ തോപ്പിക്കാറായോ നമ്മളെയൊക്കെ തോപ്പിക്കാറായോ അണ്ണാ? ഒരു മാർക്ക് പോയിന്റ് ഒക്കെ ഇത് ഒരേ സ്പീഡുള്ള വണ്ടിയാണോ രണ്ടോ അപ്ഡാണോ ഒരേ സ്പീഡുള്ള വണ്ടിയാ രണ്ട് സെയിം സ്പീഡാ അങ്ങനെയാണ് ആദ്യം മുതുക്കി എത്തുന്ന പറഞ്ഞ നോക്കിയാലോ. ഓ ഒരുപാട് ദൂരം വരില്ലേ ഒരുപാട് ദൂരമായി പോടാ നമുക്ക് നേരെ മാപ്പില് മെയിൻ ഗരാജ് വെക്കാം മെയിൻ ഗരാജ് മെയിൻ ഗരാജ് നമുക്കല്ലല്ലോ ആദ്യം സ്ട്രൈറ്റ് പോണം. ആദ്യം സ്ട്രൈറ്റ് പോയിട്ട് മെയിൻ ഗരാജിലോട്ട് തിരിയണം. പിന്നെ അവിടെ നിന്ന് ഇവിടെ നേരെ എയർപോർട്ട് വിട്ടല്ലോ എയർപോർട്ട് മാർക്ക് ചെയ്തോ എയർപോർട്ടല്ലേ? എയർപോർട്ട് അപ്പൊ അവർക്ക് ഇവിടെ ഒരു വണ്ടി സെറ്റ് ആക്കണം. ബാക്കിൽ നിൽക്കുന്നവരില്ല, അവർക്ക് വണ്ടി തിരിച്ചിങ്ങോട്ട് വരാം. ഡിഫറൻസ് ബാക്കി ഒരെണ്ണം ഉണ്ട്, റൈറ്റ് കിടപ്പുണ്ട്. എയർപോർട്ട് ഇവിടുന്ന് റൈറ്റാ. പൊക്കോ നീ ആദ്യം എയർപോർട്ട് വാ വിട്ടോ. സ്പീഡ് പൊക്കോ സ്പീഡ്. എങ്ങനാ ഇതെപ്പോഴാ പൊട്ടുന്നേ? അത് വണ്ടി 50 കിലോമീറ്റർ താന്നു പോയി കഴിഞ്ഞാൽ പൊട്ടും. അതുപോലെ ഒരുപാട് അടുത്ത് പോലെ നമ്മള് അവരിവിടെ പറ്റിയല്ലേ കിടക്കും. അത് സ്ലോ ഡൗൺ ചെയ്യണ്ടേ? അത് ട്രിഗർ ആയിട്ടുണ്ട് ഇപ്പൊ എഴുതി കാണിക്കുന്നുണ്ടാവും. ആർക്ക് അവനെഴുതി കാണിക്കുവോ? അവരെഴുതി കാണിക്കും. അയ്യോ അവനിപ്പോ എഴുതി കാണിച്ചോണ്ടിരിക്കുവായിരിക്കോ? അത് നിർത്തണ്ടേ? വണ്ടി നിർത്താനല്ലേ പൊട്ടത്തല്ലേ? നമ്മളെ വണ്ടി തിരിച്ചെടുത്തിട്ടുണ്ടല്ലോ. എവിടെ ഇതൊക്കെയുള്ളതല്ലേ? അപ്പൊ ആരുടെയൊക്കെ 4 ടൈപ്പ് എന്തോ കൊണ്ടിട്ട് വണ്ടി തിരിച്ചു നിർത്തിയേക്കുന്നത് എന്തൊക്കെ കാണണം. ഹലോ കണ്ണാപ്പി കണ്ണാപ്പി ഓക്കെ അല്ലടാ? ഇത് സെറ്റ് അല്ലേ? എന്തൊക്കെ സാധനമാണ് അത്. കൊള്ളല്ലേ? ഇമ്പാക്ട് ഉണ്ട്. ഓക്കെ അല്ലേ? ശരിക്കും എന്തുപറ്റിയത്? സ്പീഡ് ബോംബ് വെച്ചത് അതിന്റെ അകത്ത്. അപ്പൊ എന്താ സ്പീഡ് കൂടിയാ ബോംബ് കിട്ടും? സ്പീഡ് കുറഞ്ഞ ഒരു മിനിറ്റ് സിറ്റിസൺ ആക്ഷൻ കൊള്ളാം കേട്ടാ. സാധനം കൊള്ളാം കേട്ടാ. അത് കൊള്ളാം കേട്ടാ. അടുത്ത ഐറ്റം പോരട്ടെ. ഇങ്ങനെ ഉപദ്രവിക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ വേറെ? ഇനി ഒരെണ്ണം വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ആയ പൊട്ടിത്തെറിക്കും. ആണോ? അപ്പൊ ഇവിടെ ആളെ കൊല്ലാൻ വലിയ പാടില്ല. അങ്ങനല്ല സുഗുണം പോയി ഇറങ്ങി. CNN ഉണ്ട് സുഗുണൻ. എങ്ങനെ അത് നോക്കണോ? അതോ അണ്ണാനെ VC വേഗം വെയിറ്റിംഗ് ആണ്. ഗെയിം ഈ ഇവിടെ ഇപ്പൊ വഴി നിക്കുന്ന വണ്ടിയുടെ ഒക്കെ ടയർ ഊരി ഇട്ട് കഴിഞ്ഞാൽ സീനുണ്ടാ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വേറെ എവിടെ കണ്ടാലും ചെയ്യാം. നമ്മളിതാ എയർപോർട്ട് ഫ്രണ്ടിലുണ്ട്. അത് ഈ ബോട്ടിനെ ക്ലെയിം ചെയ്യടാ. മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ അതാ ഇവിടുന്ന്. ലൈക്ക് അടിക്കണേ. അപ്പൊ ചന്ദ്രൻ പൊളിക്കുന്നു. സത്യം ചന്ദ്രൻ ഒരുപാട് സാധനം ഉണ്ടോ ഇതിനകത്ത് ചെയ്യാൻ കേട്ടാ. അവന്റെ മറ്റേ കുണം വെച്ചിട്ട് കൊറേ സാധനങ്ങളുണ്ട്. എന്താ എനിക്ക് ചന്ദ്രനെ ആ പറ്റി ആലോചിക്കാൻ പോലും വയ്യ.
ആ ഒറ്റ ബുദ്ധി ഇതൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് തമ്പുരാൻ അറിയാം. കോളേജ് വരുമോ? വരും 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 വരും. ഇത് വെച്ചിട്ട് നാളെ തൊട്ട് കണ്ട ഗ്യാങ്ങിന്റെ ഒക്കെ ചൂരി വിടാല്ലോ ടയറ്. കണ്ണാപ്പി എടാ നല്ലത് ചിന്തിക്കടാ. നീ എന്തിനാണ് ആദ്യമേ ഇങ്ങനെ? വെറുതെ നമ്മുടെ വണ്ടികളുടെ ഊരി പഠിക്കടാ ആദ്യം. അങ്ങനെ ഒരു അതിലൊരു ഫണ്ട് കണ്ടെത്തുക, അല്ലാതെ നാട്ടുകാരുടെ ഇത്രയുള്ളതാണ് സംഭവം. ആദ്യം പോയി ടയർ മറ്റേ ഊരി വിടുക, എന്നിട്ട് അവന്റെ അടുത്ത് പോടാന്ന് വിളിക്കുക. അപ്പൊ ചേസിന് നോക്കുമ്പോ വണ്ടിയില്ല. ഇതൊക്കെയല്ലേ അണ്ണ രസം. അണ്ണനിപ്പോ അത് പറയുമ്പോ തന്നെ സൂചിച്ചില്ലേ, ചെയ്താലോ വാ. കണ്ണാപ്പി ഒരു 3 മാസമെങ്കിലും തികച്ച് ഇവിടെ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാ? അണ്ണാ ഇത് പറഞ്ഞു ഇവിടെ രായ ഇവന് വൈറ്റ് ലിസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലേ രായ? ഇവനെ ഇവിടെ കൊണ്ടുവരണ്ടായിരുന്നു. ഇവിടെ അവന് കാറാ വൈറ്റ് ലിസ്റ്റ് ഉണ്ടോ? അണ്ണൻ തന്നെ അഭയാകെ പോയേട്ടാ. എല്ലാരും എന്നെ വീണ്ടും പഠിച്ചോ?